ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ
सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताक स्वामिन् इति नामिने। नमः आचार्यपादाय नित्याय कृपाप्रदायिने गौरगदादामदाय नगरग्रामतारिणे। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് പുരുഷോത്തമ മാസത്തെ കുറിച്ചിട്ടാണ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പുരുഷോത്തമ മാസം? വൈശാഖ മാസം കേട്ടിട്ടുണ്ടോ? അതെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? കാർത്തിക മാസോ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കേൾക്കാത്തതാണ് പുരുഷോത്തമ മാസം അല്ലേ? അതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ പുരുഷോത്തമ മാസത്തെ കുറിച്ചും കൂടെ നമ്മൾ കേൾക്കണം. കാരണം ആ 2 മാസത്തേക്കാളും 16 ഇരട്ടി ഗുണമാണ് പുരുഷോത്തമ മാസത്തിന്. അപ്പോൾ അത് നമ്മുടെ എല്ലാവർക്കും ഭാഗ്യം വരുമ്പോഴേ നമുക്കും അറിയുള്ളൂ അല്ലേ? അത് നമുക്ക് സമയമാവണം ഓരോന്ന് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് സമയമായി, എനിക്കതിന് ഭാഗ്യം കിട്ടിയത് പറയാനായിട്ട്. അത് പുരുഷോത്തമ മാസം അതിന് അനുഗ്രഹിച്ചു എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഥയാണ്, ഒരു അധിക മാസത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇത് നമുക്കൊരു ചന്ദ്ര കലണ്ടറും സൂര്യ കലണ്ടറും തമ്മിൽ 2 കലണ്ടർ ഉണ്ടല്ലോ, അത് കേട്ടിട്ടില്ലേ? സൂര്യ കലണ്ടർ, സൗര കലണ്ടറും ചന്ദ്ര കലണ്ടറും, ലൂണാർ കലണ്ടർ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ 2 കലണ്ടറുകൾ തമ്മിൽ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട്. ചന്ദ്ര കലണ്ടർ കുറച്ച് ബാക്കിലാണ്, സൂര്യ കലണ്ടർ മുന്നിലും. സൂര്യ കലണ്ടറിൽ 365 ദിവസം, 366 ദിവസം. ചന്ദ്ര കലണ്ടറിൽ കുറച്ച് ദിവസങ്ങൾ ബാക്കിലുമാണ്. അപ്പോൾ 3 വർഷം കൂടുമ്പോൾ ഈ ചന്ദ്ര കലണ്ടർ ഇതിൻ്റെ ഒപ്പത്തും ആ ഒരു മാസം എക്സ്ട്രാ വരും. അങ്ങനെ കുറവുള്ള ആ ദിവസങ്ങൾ കൂട്ടുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഒരു മാസം അധികമായിട്ട് വരും. ഇതാണ് ലീപ്പ് ഇയർ എന്നൊക്കെ പറയില്ലേ? അത് കേട്ടിട്ടുണ്ട്, ലീപ്പ് ഇയർ എന്ന് പറഞ്ഞിട്ട് അധികം മാസം. ഫെബ്രുവരിയിൽ ഒരു ദിവസം കൂടുതൽ വരണം നമ്മൾ ലീപ്പ് ഇയറിൽ 4 വർഷം കൂടുമ്പോഴൊക്കെ അതേപോലെ. പക്ഷെ അതെല്ലാം സംഭവം കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഒരു മാസം എക്സ്ട്രാ വരും. എപ്പോൾ? 3 വർഷം കൂടുമ്പോൾ. അതൊരു അധിക മാസമായിട്ടാണ് വരിക. അപ്പോൾ ഈ വർഷം 2026 ആ ഒരു അധിക മാസം തുടങ്ങി. മെയ് എത്രാം തീയതി തുടങ്ങിയത്? 15-ന് തുടങ്ങി. മെയ് 17-ന് തുടങ്ങി ജൂൺ 15 വരെ ഇത് അധിക മാസമാണ്. അപ്പോൾ ഈ അധിക മാസമാണ് ഈ നമ്മൾ ഈ പുരുഷോത്തമ മാസം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഈ പുരുഷോത്തമ മാസം എന്നൊക്കെ അറിയപ്പെട്ടെന്ന് പറയും. ഇതൊരു 3 വർഷം കൂടുമ്പോൾ വരുമ്പോൾ അതിമാസമാണ്. ഇനി അടുത്ത 3 വർഷം 26 കഴിഞ്ഞ് അടുത്ത 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ അതിമാസം ഒരു മാസം. ഈ എല്ലാ ചന്ദ്ര കലണ്ടറിൽ കുറവുള്ള ആ ദിവസങ്ങളെല്ലാം കൂടി ഒരു എക്സ്ട്രാ മാസമായിട്ട് വരും. അതാണ് അതിമാസം. ഇതിൻ്റെ ദൈവികമായിട്ടുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കഥ പറയാനായിട്ട് നമ്മൾ സൂതഗോസ്വാമിയാണ് ഇതിനെക്കുറിച്ച് പറയണത്, ഇതിൻ്റെ മഹാത്മ്യം. നൈമിഷാരണ്യം എന്ന് കേട്ടിട്ടുണ്ടോ? നൈമിഷാരണ്യം അത് വൃന്ദാവനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാടാണ് നൈമിഷാരണ്യം. അത് ദൈവികമായിട്ടുള്ള ഒരു പുണ്യ സ്ഥലമാണ് നൈമിഷാരണ്യം. അവിടെ ഒരുപാട് ഋഷിമാർ കൂടിയിട്ട്
പിന്നീട് വരുന്ന കാലഘട്ടത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് നന്മ വരാനായിട്ട് വലിയൊരു യാഗം ചെയ്യാനായിട്ട് കൂടിയുണ്ട്. അവിടെ ഒരു 66,000 മഹർഷിമാരുണ്ടായിരുന്നു. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ശൗനക ഋഷിയുമുണ്ട്, ഒരു ഋഷിയായിരുന്നു. ക്ലിയർ ആവണ്ട, കേൾക്കുമ്പോൾ മനസ്സിലാവണ്ട, പുതിയതായി കേൾക്കണവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതാ പറയുന്നത് ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ 66,000 ഋഷിമാര് ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ വരുന്ന കലിയുഗത്തിലെ ദോഷങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവര് ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് അവിടെ സൂത ഗോസ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോസ്വാമി, അതൊരു വലിയൊരു ഭക്തനാണ്. സൂത ഗോസ്വാമി എന്ന് പേരുള്ള ഈ നമ്മൾ വേദവ്യാസം എന്നൊക്കെ കേട്ടില്ലേ, അത് കേട്ടിട്ടുണ്ടാവില്ലേ, വാൽമീകി അതുപോലെയൊക്കെ ഒരു വലിയൊരു മഹർഷിയാണ് സൂത ഗോസ്വാമി. അദ്ദേഹം ഇങ്ങനെ വരികയാണ് ഇവരുടെ അടുത്തേക്ക്. അദ്ദേഹത്തിനെ കണ്ടത് ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് അദ്ദേഹത്തിനെ ആനയിച്ചിട്ട് വ്യാസാസനത്തിൽ ഇരുത്തും. അല്ലയോ മഹർഷി, ഞങ്ങൾക്ക് വളരെ ആനന്ദമായി അങ്ങ് വന്നത്, അങ്ങ് ഭഗവാന്റെ ലീലകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് ഈ ഋഷിമാരെല്ലാവരും പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ പുഷ്കര തീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷം അദ്ദേഹം എങ്ങോട്ട് പോയി എന്ന് പറയുന്നത് ഗംഗാതീരത്ത് പരിശുദ്ധ മഹാരാജാവും ആരാണ് പിന്നെ അവിടെ ശുഗ മഹർഷിയും അല്ലേ, പരിശുദ്ധ മഹാരാജാവും ഒരുപാട് ഋഷികളും അവിടെ ഗംഗാതീരത്ത് കൂടിയിരിക്കുന്നുണ്ട്. അവിടെ ശുഗ മഹർഷി വന്നിട്ട് ഈ ഭാഗവതം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു എന്ന് ആര് പറയാ, ഇപ്പൊ വന്ന മഹർഷി ആരാണത്, സൂത ഗോസ്വാമി ഒരു ഭക്തൻ അല്ലേ, ഒരു മഹർഷിയാണ്. അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ പുഷ്കര തീർത്ഥത്തിൽ കുളിച്ചിട്ട് പിന്നെ ഗംഗാതീരത്ത് എത്തിയപ്പോൾ എന്താ കണ്ടത്, അവിടെ ശുഗ മഹർഷി എന്ത് പറയാണ്, പരിശുദ്ധ മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ വെച്ചിട്ട് ഞാൻ കൃഷ്ണന്റെ ലീലകളെല്ലാം കേട്ടു, വളരെ സന്തോഷമായി. അപ്പോൾ ഇവര് പറയണം ഞങ്ങൾക്കും ആ ലീലകൾ പറഞ്ഞു തരാൻ. അപ്പൊ അദ്ദേഹം, ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ്, പുരുഷോത്തമ മാസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കേട്ടു, അത് ഞാൻ പറഞ്ഞുതരാന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പുരുഷോത്തമ മാസം അല്ലേ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരൂ എന്ന് പറയണേ. അപ്പോഴാണ് നാരദ മഹർഷിയെ കുറിച്ച് പറയുന്നത്. നാരദ മഹർഷി ഒരു ദിവസം ബദരികാശ്രമത്തിൽ പോവാണ്. ബദരികാശ്രമം നോർത്ത് ഇന്ത്യ ആ സൈഡിലാണ് ബദരികാശ്രമം അല്ലേ. അവിടെയാണ് ആരാളുള്ളത്, നരനാരായണ ഋഷികൾ തപസ്സിരുന്നിട്ടുള്ളത്. കേട്ടിട്ടുണ്ടോ നരനാരായണ ഋഷികൾ എന്നൊക്കെ? നാരായണ ഋഷിയുണ്ട്, ഋഷിയുണ്ട് അല്ലേ. നരനും നാരായണ, അതാണ് അർജുനനും കൃഷ്ണനുമാണ് ഈ നരനാരായണ ഋഷികൾ. അവര് ഇപ്പോഴും ബദരികാശ്രമത്തിൽ തപസ്സിണ്ടെന്നാണ് പറയുന്നത്. ഒരിക്കൽ നാരദ മഹർഷി നാരായണ ഋഷിയെ കാണാനായിട്ട് എവിടേക്ക് പോയത്, ബദരികാശ്രമത്തിലേക്ക് പോയി അല്ലേ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. കുട്ടികളൊന്നും ഇവിടെ ഇല്ല, കാണാനില്ല. അവരൊക്കെ അറിയണം ഈ പുരുഷോത്തമ മാസം അത്രയും പ്രധാനമുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോഴാണ് ഭാഗ്യം സിദ്ധിച്ചത് അല്ലേ, അവർക്ക് നേരത്തെ സിദ്ധിച്ചു. അപ്പോൾ എന്താണ്, ബദരികാശ്രമത്തിൽ പോയിട്ട് അവിടെ നാരായണ ഋഷിയെ കാണാൻ പോകണം. അപ്പോൾ നാരായണ ഋഷിയുടെ പാദത്തിൽ നിന്ന് അളകദന്ത ഒഴുകി വരികയാണ് കാണാണ്. ഈ നാരായണ ഋഷിയെ കണ്ടതും നാരദ മഹർഷി സാഷ്ടാംഗം വീണ് പ്രണമിച്ചു. അല്ലയോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് പ്രണമിച്ചു. എനിക്ക് ഭഗവാന്റെ ലീലകൾ പറഞ്ഞു തരൂ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ചോദിക്കുകയാണ്, എന്താണ് ഭഗവാന്റെ അത്യുത്തമായ ലീലകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നാരായണ ഋഷി പറയാണ്, അങ്ങേക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും സാധാരണക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് എന്നോട് ചോദിക്കണമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു തരാം, ഒരു പ്രത്യേക ലീല, രഹസ്യമായൊരു ലീല അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പുരുഷോത്തമ മാസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ പറയാണ്, പണ്ട് കലണ്ടറുകൾ ആ സമയത്ത് പുരാതനമായിട്ടുണ്ടായിരുന്ന സംഭവമാണ്. സത്യയുഗത്തൊക്കെ ഉള്ള സംഭവിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇപ്പം ഉണ്ടായിട്ടുള്ള കഥകളൊന്നുമല്ല അത്. ആ സമയത്ത് ഒരു അതിമാസം കൊണ്ടൊരു മാസം കടന്നു വന്നു, മാസത്തില് അതിമാസം കടന്നു വന്നു. ആ അതിമാസം എക്സ്ട്രാ വന്നതുകൊണ്ട് അതിനെ സാധാരണ എല്ലാ ആളുകളും സാധാരണ മാത്രം എല്ലാവരും അതിനെ ഒരു അപശകുനമായിട്ട് അമംഗളമായിട്ട് കൊണ്ട് ഒരു മലമാസം, മലം പറഞ്ഞ് നമുക്ക് തൊടാൻ അറയ്ക്കുന്നതാണ്, തൊട്ടാ കുളിക്കണം എന്നല്ല പറയുക. മലത്തെയും ശവത്തെയും കണ്ട തൊട്ടാ കുളിക്കണം, അശുദ്ധിയാണ്, പിന്നെ അമ്പലത്തിലോ നല്ല അവിടെ ഒന്നും കയറാൻ പറ്റും. അതുകൊണ്ടല്ലോ മരിച്ച് വീട്ടിൽ പോയി കുളിച്ചിട്ടേ വീട്ടിൽ കയറാൻ പാടുള്ളൂ എന്നൊക്കെ പറയണത്. അത് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാ ഈ ശവശരീരം അശുദ്ധിയാവണത്, അതിന്റെ ഒറിജിനൽ ആള് പോയി, ജീവാത്മാ, നമ്മളെ ജീവൻ തന്നിരുന്ന ആത്മാവ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ഇവിടെ ജഡാണ്, ശുദ്ധി പോയി അല്ലെ. അതുകൊണ്ടാണ് അതിനെ കണ്ടു കഴിഞ്ഞാൽ കുളിക്കണം എന്ന് പറയുന്നത്. അതുവരെ നമ്മളൊക്കെ ശുദ്ധിയില്ല, എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്, അപ്പം നമ്മൾ പരിശുദ്ധാണ്. ആത്മാവ് പോയാൽ അശുദ്ധിയായി. അതുപോലെ മലം, അങ്ങനെയുള്ള ജഡം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കുളിക്കുന്ന പോലെ അതുപോലെ മോശമായിട്ടാണ് എന്നെ കാണുന്നത്. ആര്, ഈ മലമാസം ഒരു ദേവിയാണ്. ഓരോ മാസങ്ങളും വ്യക്തിത്വമുള്ള ദേവികളാണ്. എല്ലാവർക്കും ബോധമുണ്ട്. ഭൗതിക ലോകത്ത് നമുക്ക് ഇവർക്ക് ബോധമില്ല, നമുക്ക് മാത്രമേ ബോധം എന്ന് വിചാരിക്കും. ആധ്യാത്മികമായിട്ട് ഓരോന്നിനും ബോധമുണ്ട്. മാസങ്ങൾക്ക്, നദികൾക്കൊക്കെ ബോധമുള്ള വ്യക്തി രൂപങ്ങളാണെല്ലാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അപഹസിച്ചു, ഈ
ഈ അധികമായിട്ട് എക്സ്ട്രാ വന്ന ഈ മാസത്തിന് എല്ലാവരും ഇങ്ങനെ അല്ലേ നാശം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ വിചാരിക്കുമ്പോൾ എന്താ എത്ര സങ്കടമായിരിക്കും നമുക്ക് അല്ലേ. ഇത് വായിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ തോന്നുന്നു. ആദ്യമാസത്തിന്റെ സങ്കടം ആലോചിച്ചിട്ട് ആരും ഗവനിക്കണില്ല, പരിഗണിക്കണില്ല അല്ലേ, നമ്മളൊരു താഴെയായിട്ട് കാണാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സങ്കടമായില്ല. അതുപോലെ ആദ്യമാസത്തിനും ഭയങ്കര സങ്കടം, ആ ദേവിക്കും ഭയങ്കര സങ്കടമായി. അങ്ങനെ സങ്കടം വന്നത് കരയാൻ തുടങ്ങി, വിലപിക്കാൻ തുടങ്ങി. എനിക്ക് ആരുമില്ല എൻ്റെ. അങ്ങനെ ദേവി എന്ത് വെച്ച് ഒരു ദിവസം വൈകുണ്ഠത്തിൽ പോവാണ്. വൈകുണ്ഠത്തിൽ പോയിട്ട് നേരിട്ടിട്ട് വിഷ്ണുവിനോട് സങ്കടം അഭ്യർത്ഥിക്കും. വിഷ്ണുവിനെ കണ്ടതും കരയാൻ തുടങ്ങും. ഭഗവാനെ, എനിക്ക് ഒരു പരിഗണനയില്ല, എനിക്ക് മലത്തെ പോലെ എന്നെ ആൾക്കാർ വളരെയധികം ദുഷിച്ചിട്ടാണ് കാണുന്നത് അല്ലേ, എനിക്ക് ആരുമില്ല, എനിക്ക് രക്ഷകനായിട്ട് അവിടുത്തെ നാമവും ഇല്ല. കാരണം ഓരോ മാസത്തിന്റെ അധിപതി വിഷ്ണുവിന്റെ 12 നാമങ്ങളാണ്. 12 മാസത്തിന്റെ അധിപതി കേശവ മാസം, മാധവ മാസം, നാരായണ മാസം, ദാമോദര മാസം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കൊരു അധിപതിയില്ല, എനിക്ക് ആരും രക്ഷകൻ, എനിക്കൊരു ഭർത്താവുമില്ല, ഒന്നുമില്ല, ഞാൻ മരിച്ചാൽ മതി, എനിക്ക് മരിച്ചാൽ മതി എന്ന് 3 തവണ പറയും ഈ ദേവി. അപ്പോഴേക്കും വിഷ്ണു ഭഗവാൻ ബോധം കെട്ട് വീഴും വിഷ്ണുവിന്റെ പാദത്തിൽ നമസ്കരിച്ചിട്ട്. വിഷ്ണു വേഗം ഗരുഡനെ വിളിച്ചു വരുത്തും. ഗരുഡന്റെ ചിറകുകൊണ്ട് വീശിക്കൊടുക്കും ഈ ദേവീനെ. എന്നിട്ട് തണുപ്പിക്കും. എന്നിട്ട് പതുക്കെ എണീക്കും ദേവി അവിടുന്ന് കരയണ്ട, എൻ്റെ അടുത്ത് വന്നില്ലേ, ഇനി എന്തിനാ കരയണമെന്ന് പറയും. വിഷ്ണു ഭഗവാൻ പറയും വിഷമിക്കേണ്ട, അതിനൊരു പരിഹാരം കണ്ടെത്താം, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറയും. എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേദനകളൊക്കെ ദേവി പറയും. കാരണം ഞാൻ എല്ലാവരാലും അവഹേളിക്കപ്പെടുന്നു, എനിക്ക് ഭഗവാന്റെ സംരക്ഷണം ഇല്ല അല്ലേ, അത്രയും മോശമായിട്ട് ആളുകൾ കരുതുന്നു, എനിക്ക് എൻ്റെ മാസത്തിൽ ആരും പുണ്യം ചെയ്യണില്ല എന്ന്, വളരെ അപവിത്രമാണ് ഈ മാസത്തിൽ, ഒരു നല്ല കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആളുകൾ നല്ല കാര്യം ചെയ്യാണ്ടായി ഈ മാസത്തിൽ. 13ാമത്തെ മാസമായി വരണത്. 12 മാസം ഓൾറെഡി ഉള്ള 13ാമത്തെ. ഈ മാസം നമുക്ക് 13ാമത്തെ മാസം ഉണ്ട് ഈ വർഷം. അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സങ്കടമായിട്ട് ഈ സങ്കടമൊക്കെ ഉണർത്തിക്കും. അപ്പോൾ പറയും വിഷമിക്കേണ്ട, നമുക്ക് ഗോലോകത്തിൽ ഇരിക്കുന്ന കൃഷ്ണ ഭഗവാനെ കണ്ട് സങ്കടം ഉണർത്തിക്കാം, നീ എൻ്റെ കൂടെ പോരൂ എന്ന് പറയും. എന്നിട്ട് ദേവി കരഞ്ഞിട്ട് പിന്നാലെ പോണാരുടെ പിന്നാലെ വിഷ്ണുവിൻ്റെ പിന്നാലെ. വിഷ്ണു അപ്പോൾ ഗരുഡാരൂഢനായിട്ട് വിഷ്ണു ഈ ദേവീനെ ഗോലോകത്തേക്ക് കൊണ്ടുപോവാണ്. എല്ലാ ഇപ്പോൾ ലക്ഷ്മിപതിയായിട്ടുള്ള വിഷ്ണുവാണത്. ഈ ലക്ഷ്മിപതിയായിട്ടുള്ള വിഷ്ണു ഒരുപാട് ലോകങ്ങൾ താണ്ടിയിട്ട് ഗോലോക വൃന്ദാവനത്തിലേക്ക് ഈ ദേവിയെ കൈപ്പിടിച്ച് കൊണ്ടുപോവാണ്. ഗോലോക വൃന്ദാവനത്തിൽ എൻട്രൻസിൽ എത്തിയപ്പോൾ ഗോലോകത്തിന്റെ പ്രഭാപൂരം കാരണം ഈ ദേവിക്ക് ഒന്നും കാണാൻ പറ്റില്ല, കണ്ണടച്ചു പോയി. അപ്പോൾ ഭഗവാൻ എന്ത് വെച്ചാൽ ദേവീനെ ബാക്കിൽ നിർത്തിയിട്ട് വിഷ്ണു ഭഗവാൻ മുന്നിൽ നടക്കും. വിഷ്ണു അങ്ങനെ കയറിയിട്ട് വേഗം അവിടെ 2 കൈയോടുകൂടി ഓടക്കോൽ ഏന്തിയിട്ട് നമ്മുടെ ശ്യാമസുന്ദരനായ കൃഷ്ണൻ ഗോപികമാരോടൊപ്പം ഉല്ലസിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഗോലോക വൃന്ദാവനത്തിൽ താമരയിൽ. അങ്ങനെ ഈ ഭഗവാൻ വിഷ്ണുവിനെ കണ്ടതും ഭഗവാൻ എന്താ വിഷ്ണു വന്നതെന്ന് ചോദിക്കും. പിന്നിൽ ഒരാൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാണ് ആ ദേവി കരയണതെന്ന് ആര് ചോദിക്കണം? ഗോലോകത്തിലെ നാഥനായിട്ടുള്ള ഭഗവാൻ ദിഗ്വിജയധാരി 2 കൈയുള്ള ശ്യാമസുന്ദര രൂപം രാധാറാണിയോടൊപ്പം ഇരിക്കുന്നതാണത്. ലക്ഷ്മി ദേവിയോടൊപ്പമാണ് വിഷ്ണു ഇരിക്കുക. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാ അവിടുന്ന് വന്നത്, എന്താണ് ആ ദേവി കരയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത്? കൃഷ്ണ ഭഗവാൻ. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഇന്നതൊക്കെയാണ് പ്രശ്നം ഈ ദേവിയുടെ, അതുകൊണ്ടാണ് ഈ ദേവി കരയുന്നത്. ഈ ഗോലോകത്തിലെത്തിയിട്ട് എന്തിനാ സങ്കടപ്പെടുന്നത്? ഇത് ഏത് ധാമാണ് അല്ലെ? ഗോലോക ധാമാണ്. ഒരു പ്രശ്നവും ഈ ദേവിക്ക് ഉണ്ടാവില്ല. അപ്പോൾ വിഷ്ണു, താങ്കൾ ഈ ദേവിയെ ഏറ്റെടുത്തല്ലോ, അതുകൊണ്ട് ഞാനും ഈ ദേവിയെ ഏറ്റെടുക്കാൻ പോവാണെന്ന് പറയും. ആര്? ഗോലോകനാഥൻ കൃഷ്ണ ഭഗവാൻ പറയണ, ഒരാളും വിഷമിക്കണ്ട, എല്ലാവരും ഏറ്റെടുക്കാൻ ആരുണ്ട്? ഗോലോക ഭഗവാനുണ്ട്. അതാണ് ആ കഥ. നിങ്ങൾ ഒരിക്കലും നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ഏറ്റെടുത്തോളാം. എൻ്റെ ധാമത്തിൽ വന്ന് നിനക്ക് അറിയേണ്ട ഒരാവശ്യമില്ല. പിന്നെ നിനക്ക് ഭർത്താവില്ല എന്ന് പറയില്ലേ, ഞാൻ തന്നെയാണ് നിന്റെ ഭർത്താവാകാൻ പോണെന്ന് പറയും. ആരാ പറയണത്? ഗോലോകനാഥൻ ശ്യാമസുന്ദരൻ പറയാണ്, നിന്റെ നാഥനും ഭർത്താവും ഞാനാണ്. ഇനി നീ തന്നെയാണ്, നീ തന്നെ ഞാനും. അതായത് നിന്റെ മാസത്തിൽ എൻ്റെ എല്ലാ ശക്തിയും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഈ പുരുഷോത്തമ മാസത്തെ അനുഗ്രഹിക്കണം. അതിൻ്റെ മാതജ മൊബൈൽ തരാം. അതിൽ കുറേ മഹാത്മ്യം ഞാൻ ചിലപ്പോൾ വിട്ടുപോകും പറയാം, അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ ചോദിക്കുന്നത്. അതിൽ ഭഗവാൻ ഒരുപാട് ഈ മാസത്തെ അനുഗ്രഹിക്കണം. മറ്റേ നെറ്റ് ഓണല്ലേ? വന്നിട്ടില്ലേ? പുരുഷോത്തമ മാസത്തിൻ്റെ മഹാത്മ്യം വന്നിട്ടില്ലേ? ഓണല്ല അല്ലേ? അപ്പോൾ ഒരുപാട് ഈ മാസത്തിന് അനുഗ്രഹിക്കുകയാണ് ഒരു ഗോലോകനാഥൻ. എന്തൊക്കെ വെച്ചിട്ട് അനുഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണത്. ഞാൻ വിട്ടുപോകുന്നൊരു പേടി, അത് കിട്ടുന്നില്ല. മറ്റേ ലിങ്ക് ഓൺ ചെയ്തിട്ട് എനിക്ക് തരണേ വരുമ്പോൾ കേട്ടോ. ഗോലോകത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ എന്തൊക്കെയാ പറയണത്? നിനക്ക് ഞാൻ തന്നെ ആയിരിക്കും നീ. മാത്രമല്ല എന്തൊക്കെ എനിക്ക് ശക്തിയുണ്ടോ അതൊക്കെ, ആ ശക്തിയൊക്കെ
നിനക്കുണ്ടാവും. ഈ മാസത്തിൽ ആരൊക്കെ വ്രതം എടുക്കണം അവർക്ക് എല്ലാതരം ശക്തിയും ഉണ്ടാവും. ഈ ലോകത്തിൽ സുഖമുണ്ടാവും. ഈ ലോകത്തിൽ ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റും. ആദ്യം തന്നെ പറയണ ഈ ഭൗതിക ലോകത്തിൽ ഈ പുരുഷോത്തമ മാസത്തിന്റെ വ്രതം എടുത്തു കഴിഞ്ഞാൽ ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ ജന്മത്തിന്റെ അവസാനം ഡയറക്റ്റ് ഗോലോക വൃന്ദാവനം ഉണ്ടാവും. കിട്ടിയാ മതി, ഡയറക്റ്റ് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകാൻ പറ്റും. കുറെ കാര്യങ്ങൾ എണ്ണിട്ടാ പറയണതില്ല കേട്ടാ, നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റില്ല. അത് കാരണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ ആരാണ്? നാരദ മഹർഷിക്ക് നാരായണ ഋഷിയാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ സൂതഗോസ്വാമി അവിടെ നടന്ന സംവാദം ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഈ മാസം ഭൗതികാനന്ദം പ്രദാനം ചെയ്യുന്നതിന് പുറമെ ജീവിതാന്ത്യത്തിൽ ഭഗവത് സന്നിധിയിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള ശക്തിയുള്ളതാകുന്നു പറയണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പരിത്യാഗ ജീവിതം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് തപസ് അനുഷ്ഠിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഒരുപാട് വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്താലും ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്താലും ചിലപ്പോൾ ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ പുരുഷോത്തമ മാസത്തിലെ ഒറ്റ വ്രതം കൊണ്ട് എല്ലാവരുടെയും പാപങ്ങൾ മുഴുവൻ നശിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഗോലോക വൃന്ദാവനത്തിലേക്ക് ഈ മാസം പോകാൻ പറ്റും. ഈ മാസം നമ്മൾ ചെയ്യുന്ന വ്രതങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ നാമജപം ചെയ്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ ചുരുക്കില്ലേ, ചിലപ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഒരു നേരാക്കുക, അങ്ങനെ പല ടൈപ്പ് ഭക്ഷണ ക്രമങ്ങൾ നമ്മൾ ചെയ്യും. നാമജപം ചിലപ്പോൾ കൂടുതൽ ചെയ്യും. ചിലപ്പോൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാന്ന് പറയും. അമ്പലത്തിലൊക്കെ അന്നദാനം കൊടുക്കുക. അങ്ങനെ പുണ്യകർമ്മം എന്ത് പുരുഷോത്തമ മാസത്തിൽ നല്ല മംഗളകരമായി ചെയ്താലും അതിന് മുഴുവൻ എന്താണ്, ആ വ്യക്തി ചെയ്യുന്ന വ്യക്തിയുടെ പാപങ്ങൾ മുഴുവൻ കട്ട് ചെയ്തിട്ട് ആ ജന്മം തന്നെ ഗോലോകത്തിൽ പോകാൻ പറ്റും. മനസ്സിലായോ കേട്ടോ? പുരുഷോത്തമ മാസത്തെ പിന്നെ മാത്രമല്ല മറ്റെല്ലാ മാസത്തേക്കാളും എന്താണ്, കാർത്തിക മാസം, വൈശാഖ മാസം ഒക്കെ പുണ്യമാസങ്ങളാണ്. നമ്മൾ കഴിഞ്ഞുള്ളൂ വൈശാഖം അല്ലേ. ഇതിൻ്റെയൊക്കെ 16 ഇരട്ടി ഗുണമാണ് പുരുഷോത്തമ മാസത്തിന് ഭഗവാൻ കൊടുത്തത്. അത് 3 വർഷത്തിൽ ഒരിക്കലേ വരുള്ളൂ. ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം. ഇത് ഉണ്ടാവാൻ കാരണം, ഈ കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനാണ് പറയണത്. അതും നാരായണ ഋഷി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാണ്ഡവരനെ കാട്ടിലേക്ക് അയച്ചല്ലോ, ദുര്യോധനൊക്കെ ചൂത് കളിച്ചിട്ട് കാട്ടിലേക്ക് അയച്ചല്ലോ. കാട്ടിലയച്ചിട്ട് ഒരു കാമിക വനം എന്ന് പറഞ്ഞിട്ടുള്ള വനത്തില് യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ദ്രൗപദിയും കാട്ടില് സങ്കടമായിട്ട് ജീവിക്കുകയാണ് അല്ലേ. കാനനവാസം ഭയങ്കര സങ്കടമാണല്ലോ അവർക്ക്. ആ സമയത്ത് കൃഷ്ണ ഭഗവാൻ കാട്ടിൽ ഇവരെ കാണാൻ വരികയാണ്. ഇവരെ കാണാൻ വന്നപ്പോൾ ഭഗവാൻ സങ്കടം, ഇവരുടെ യാതന കണ്ടപ്പോൾ ഭഗവാന് ക്രോധം വരാൻ തുടങ്ങി. ദുര്യോധനാദികളെയും ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാനായിട്ടുള്ള ദേഷ്യം കൃഷ്ണ ഭഗവാന് വന്നു. ഇത് അർജുനന് മനസ്സിലായി. ഭഗവാൻ ദേഷ്യപ്പെടുന്നുണ്ട്, ചിലപ്പോൾ ഈ ഭൂമിയെ തന്നെ പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കും അദ്ദേഹത്തിന്റെ ഈ ഉഗ്ര കോപം കൊണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം അർജുനൻ അദ്ദേഹത്തിനെ പ്രസാദിപ്പിച്ച് പ്രസന്നനാക്കി. ഭഗവാനെ ശാന്തനാവൂന്ന് പറയും. അങ്ങനെ കൃഷ്ണ ഭഗവാൻ ശാന്തനായി. ഈ സങ്കടം കണ്ട് ഭഗവാന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ അറിയാം പക്ഷെ എന്തുകൊണ്ട് ഇവര് സങ്കടപ്പെടണമെന്ന്. യുധിഷ്ഠിര, ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം നിനക്ക്. നമ്മളോട് ഒരുപാട് ഇഷ്ടം ഉണ്ടാവുമ്പോ ഭഗവാൻ അല്ലെ, അല്ലെങ്കിൽ ഭക്തന്മാർ നമുക്ക് രഹസ്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരണം. എന്താ നിങ്ങൾ ഈ വേദന അനുഭവിക്കണം അറിയോ? നിങ്ങൾ കടന്നുപോയി പുരുഷോത്തമ മാസത്തിനെ മാനിച്ചേ ഇല്ല അല്ലെ, ഒരു ഗൗരവം കൊടുത്തില്ല. ഇപ്പൊ നിങ്ങൾ അടുത്തുകൂടെ കടന്നുപോയി ഒരു പുരുഷോത്തമ മാസം എന്ന് പറയുന്ന പാണ്ഡവരോട്. നിങ്ങൾ അതിനെ വ്രതം എടുത്തില്ല, ശ്രദ്ധിച്ചു പോലും ഇല്ല എന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ ദുരിതത്തിന് കാരണം. ഈ പുരുഷോത്തമ മാസം ഞാൻ തന്നെയാണ്. നിങ്ങൾ വേദവ്യാസം പറഞ്ഞെല്ലാം അനുസരിക്കുന്നുണ്ട്, പക്ഷേ ഈ പുരുഷോത്തമ മാസത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇത് ഞാൻ തന്നെ, എൻ്റെ അനുഗ്രഹം, എൻ്റെ പരിശുദ്ധ ഭക്തി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുരുഷോത്തമ മാസത്തിന് വേണ്ട വിധം നിങ്ങൾ പരിഗണിക്കണം. അതിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ ആ ഭഗവാൻ കൃഷ്ണ ഭഗവാനാണ് പാണ്ഡവരോട് നാരായണ ഋഷി അവിടെ പറഞ്ഞ കഥ ഇവിടെ വീണ്ടും പാണ്ഡവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ പുരുഷോത്തമ മാസത്തിന്റെ കഥ. ഈ ദേവി ഇങ്ങനെ സങ്കടപ്പെട്ടതും ഭഗവാൻ ഇത് ഗോലോകത്തിലെ വൃന്ദാവനത്തില് ഭഗവാൻ പുരുഷോത്തമ മാസത്തിനെ അനുഗ്രഹിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇതിന്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞു. ഇവിടെ നടന്ന എന്ത് വ്രതം എടുത്താലും ഒന്നും കിട്ടിയില്ലെങ്കിലും പുരുഷോത്തമ മാസ വ്രതം എടുത്തു കഴിഞ്ഞാൽ അവനെ എല്ലാ സദ്ഗുണങ്ങളും വന്നു ചേരും, എല്ലാ ഐശ്വര്യം വന്നു. ഇത് സത്യമാണ് ഭഗവാൻ പറയണത്. അതിൻ്റെതായ രീതിയിൽ പരിഗണിക്കണം. അതിന്റെ ഇടയിൽ ഇതിനൊരു ദോഷം, ഈ ദ്രൗപദി നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? പുരുഷോത്തമ മാസം ഇപ്പൊ കടന്നുപോയി, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇനി ദ്രൗപദി ദേവി ഇങ്ങനെ സങ്കടപ്പെട്ടുവല്ലോ, ദ്രൗപദീനെ അല്ലെ വസ്ത്രാക്ഷേപമൊക്കെ ചെയ്തു, ഒരു പതിവ്രതയായി നാരിക്ക് എന്തുകൊണ്ടാണ്
ഇങ്ങനെ സംഭവിച്ചു? അതും ഇതിൻ്റെ കാരണം കൊണ്ടാണെന്ന്. അതായത് നമ്മുടെ ദ്രൗപദി ദേവി, നിങ്ങളുടെ പത്നി, കഴിഞ്ഞ ജന്മത്തിൽ മേധാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഋഷിയുടെ മകളായിരുന്നു. ആ ആശ്രമത്തിൽ ജീവിച്ചൊരു ബ്രാഹ്മണ കുമാരിയായിരുന്നു ആര്? ദ്രൗപദി ദേവി. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ ദ്രൗപദിയുടെ അമ്മ മരിച്ചുപോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് കുട്ടി വലുതായി നല്ല സുന്ദരിയായിട്ടുള്ള മോളായി വലിയ പെൺകുട്ടിയായി മാറി. പക്ഷെ എന്നാലും അച്ഛൻ വിവാഹം കഴിക്കുന്നതിലൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. മോളുടെ വിവാഹം കന്യാദാനം ഒന്നും ചെയ്തു കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും ഹരിനാമം ഒരു വിട്ട് മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോൾ ഈ ദേവി ഒറ്റയ്ക്കായി വിലപിക്കാൻ തുടങ്ങി. ആരുമില്ല, പ്രൊട്ടക്ഷൻ, അച്ഛനില്ല, ആങ്ങളമാരില്ല, ഭർത്താവ് കല്യാണം കഴിയാത്തതുകൊണ്ട് ഭർത്താവും ഇല്ല. ഭയങ്കര സങ്കടമായി. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയുടെ ആശ്രമത്തിലേക്ക് ദുർവാസാ മഹർഷി വരണത്. അപ്പോൾ ദുർവാസാ മഹർഷി വന്നപ്പോൾ ദുർവാസാ മഹർഷിയോട് ഇത് മറ്റേ ദ്രൗപദി ദേവി ചോദിക്കുകയാണ്. ദ്രൗപദി ദേവിയുടെ മുൻജന്മത്തിലെ ആ ഒരു ക്യാരക്ടർ, അതിൻ്റെ പേര് പറയണില്ല, മേധാവിയുടെ മകളെന്ന് പറയുന്നത്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ മഹർഷി, എനിക്ക് ഇങ്ങനെ സങ്കടത്തിലാണ്, എന്നെ സംരക്ഷിക്കാൻ അച്ഛനില്ല, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതിനൊരു പരിഹാരം അവിടുന്ന് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ ദുർവാസാ മഹർഷി കണ്ണടച്ച് ധ്യാനത്തിലായിട്ട് ഈ ദേവിയെ കുറിച്ചിട്ട് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, ദേവി വിഷമിക്കണ്ട, കോമളാങ്കി എന്നൊക്കെ വിളിക്കുക, മോള് വിഷമിക്കേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുരുഷോത്തമ മാസം എന്ന് പറഞ്ഞിട്ട് ഒരു മാസം വരുന്നുണ്ട്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അത് ഭഗവാൻ തന്നെയാണ്. ആ മാസത്തിൽ ഭഗവതി വ്രതമെടുക്കും. വ്രതം എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറയും. അപ്പോൾ ദേവി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതത്ര കാര്യമാക്കിയില്ല. ദേവി വിചാരിച്ചു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈശാഖ മാസമൊക്കെ കേട്ടിട്ടുണ്ട്, കാർത്തിക മാസമൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരു മാസം ഇല്ലല്ലോ, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഇതൊക്കെ അങ്ങ് വെറുതെ പറയണാണെന്ന് പറഞ്ഞു. ഈ മുനിയുടെ മുഖത്ത് നോക്കിയിട്ട് മുനിക്ക് ദേഷ്യം വന്ന് കണ്ണൊക്കെ ചോന്നു. ഒരു മഹാഋഷിയാണ് വന്ന് പറയണത്. ഇത് ഇത്ര നിസ്സാരാക്കി വിട്ടു ഈ പെൺകുട്ടി. അപ്പോൾ ഈ ഋഷിക്ക് വിഷമമായി. പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ശപിക്കാനും തോന്നുന്നില്ല. അത്രയും നിസ്സഹായ അവസ്ഥയിലാണ് ആ കുട്ടി നിൽക്കുന്നത്. എൻ്റെ ദേഷ്യം ഇവളിൽ പ്രകടിപ്പിച്ച് അവൾക്ക് ദോഷം വരുമ്പോൾ ആൾ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്തു. എന്നാലും നീ പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് അപവാദം പറഞ്ഞതുകൊണ്ട് പരിഗണിക്കാത്തതുകൊണ്ട് അതിനെ ഇങ്ങനെ ഒരു അല്ലേ അതിനൊരു സീരിയസ് ആയി എടുക്കാത്തതുകൊണ്ട് നിനക്ക് അടുത്ത ജന്മം എന്തായാലും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറയേണ്ട ആൾ ഇറങ്ങി പോവും ആശ്രമത്തിൽ നിന്ന്. ആര്? നമ്മുടെ ദുർവാസാ മഹർഷി. അങ്ങനെ ഈ പുരുഷോത്തമ മാസത്തിനെ അവഗണിച്ച കാരണം, ഈ ഋഷിയുടെ വാക്കുകളും അവഗണിച്ച കാരണം ഈ ദ്രൗപദി എന്തായി മാറിച്ച് ശരീരം മുഴുവൻ ക്ഷീണിച്ച് വിരൂപയായി തീർന്നു. ആ ശാപം കാരണം അല്ലെ, കണ്ട ഒരു വൃത്തിയില്ലാത്ത പോലെ വിരൂപയായി തീർന്നു. ആകെ വിഷമത്തിലായി, സങ്കടത്തിലായി, ഒറ്റപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് ദരിദ്ര അവസ്ഥയിലുമായി. ഈ ദേവിക്ക് ഒന്നും എന്താ ചെയ്യേണ്ടെന്ന് പെടുത്തില്ലേണ്ടേ. അവസാനം ദേവി വിചാരിച്ചു മഹാദേവനെ തപസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മഹാദേവനെ തപസ് ചെയ്യാൻ തുടങ്ങി. കൈലാസനാഥനെ തപസ് ചെയ്തു, കഠിന തപസ് ചെയ്തു. വെയിലത്ത് തന്നെ ഇരുന്നിട്ട് വെയിൽ കൊണ്ടിട്ട് തപസ് ചെയ്തു. നല്ല തണുപ്പുള്ളപ്പോൾ തണുത്ത വെള്ളത്തിലിറങ്ങി തപസ് ചെയ്തു. ആ തപസ്സിന്റെ ബലത്തിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ഈ ദേവിയുടെ ശരീരമൊക്കെ പൂർവാവസ്ഥയിൽ കൂടുതൽ ഭംഗിയുള്ള ശരീരമായിട്ട് മാറും ഈ ദേവിയുടെ, ദ്രൗപദി ദേവിയുടെ. എന്നിട്ട് ദ്രൗപദി ദേവി പക്ഷേ ഭഗവാനെ കണ്ടതും എനിക്ക് നല്ല ഭർത്താവിനെ വേണം, നല്ല ഭർത്താവിനെ വേണം, ആ എക്സ്പ്രസിൽ 5 പ്രാവശ്യം പറഞ്ഞു പോയി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, തഥാസ്തു, നിനക്ക് നല്ല 5 ഭർത്താക്കന്മാരെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, അല്ലയോ നാഥ, എനിക്ക് 5 ഭർത്താക്കന്മാരെ വേണ്ട, ഒരു പതിവ്രതയായ സ്ത്രീക്ക് അത് ശരിയാവില്ലല്ലോ പറഞ്ഞപ്പോൾ. നീ പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഗൗരവപൂർവ്വം പറയും, നീ പുരുഷോത്തമ മാസത്തിനെ അവഗണിച്ചു അല്ലേ, ആ ദുർവാസാവും ഞാനും ഒന്ന് തന്നെയാണ് അല്ലേ, ഞങ്ങളെല്ലാം പറഞ്ഞത് ഒന്ന് തന്നെയാണ്, പക്ഷെ നീ അതിനെ അവഗണിച്ചു, അതുകൊണ്ട് നീ അതിൻ്റെ ബുദ്ധിമുട്ടെന്നോണം നീ 5 ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ മറഞ്ഞുപോയി. അങ്ങനെ ദേവി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദേവിയുടെ ശരീരം വിട്ടു. പിന്നെ പുനർജന്മത്തിൽ ദ്രുപദ മഹാരാജാവിൻ്റെ യജ്ഞാഗ്നിയിൽ നിന്ന് രാജ്ഞസേനിയായിട്ട് ദ്രൗപദിയായിട്ട് വന്നു. പിന്നെ ഉണ്ടായ കഷ്ടങ്ങളെല്ലാം നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ദ്രൗപദി ദേവിക്ക് ഉണ്ടായ കഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇത്രയും യജ്ഞത്തിൽ നിന്ന് വന്നിട്ടുള്ള പതിവ്രതയായ നാരിയായിട്ട് പോലും എന്ത് സംഭവിച്ചു, ഒരു ദുര്യോധനെ പോലൊരു അധമ വ്യക്തിയുടെ മുന്നിൽ അല്ലേ ഇങ്ങനെ പരിഹാസ കഥാപാത്രമായിട്ട് നിൽക്കേണ്ടി വന്നു അല്ലേ. 5 പ്രധാനപ്പെട്ട വീരശൂര പരാക്രമികളായിട്ടുള്ള മഹാഭക്തന്മാരായിട്ടുള്ള 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും എന്ത് സംഭവിച്ചു, ദേവിക്ക് അപമാനഭാരം ഏൽക്കേണ്ടി വന്നു. അത് ആ പുരുഷോത്തമ മാസത്തിനെ അവഗണിച്ചുകൊണ്ടും ആ മുനിയുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ടുണ്ടായ സംഭവമാണ്. അങ്ങനെ ഈ ദേവി പക്ഷെ എന്നാലും അർജുന, എന്നാലും ദേവി എന്നെ അവസാന ഘട്ടത്തിൽ എന്നെ കരുണാപൂർവ്വം വിളിച്ചതുകൊണ്ട് ആ വലിയ ആപത്ത് ഒഴിവാക്കി ഞാൻ അവളെ രക്ഷപ്പെടുത്തി. ഇനി നിങ്ങളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് വിഷമാവണം. നിങ്ങൾ ഇനി വരണ പുരുഷോത്തമ മാസത്തിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ 5 പേരും ആചരിക്കുക. ആചരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയും. അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് മറിഞ്ഞു പോവാണ്. അപ്പോൾ ഭഗവാൻ ഇത് പറഞ്ഞു കേട്ടിട്ട് പാണ്ഡവരെല്ലാവരും ഈ അടുത്ത പുരുഷോത്തമ മാസത്തിനെ വളരെ ഭംഗിയായിട്ട് അനുഷ്ഠിച്ചു. അതിനുശേഷം ഇവർക്ക് രാജ്യം കൈവിട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് പാണ്ഡവർക്ക്
തിരിച്ചു വരണം. അങ്ങനെ ഈ ജന്മത്തിൽ തന്നെ അവർ പാണ്ഡവർ ഗോലോകത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം നമുക്കറിയില്ല. ദ്രൗപദിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഭഗവാൻ അറിയാം എന്താ കാരണം അല്ലേ. ഭഗവാൻ അറിയാം എന്താണ് ദ്രൗപദി ദേവി ദുർവാസ മഹർഷി പറഞ്ഞത് കേൾക്കാണ്ട് ഇങ്ങനെ നിശ്ചയിച്ചത് കൊണ്ടാണ്, പാണ്ഡവരിത് ചെയ്യാത്തത് കൊണ്ടാണെന്ന് അറിയാം. നമുക്കും ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം അറിയില്ല. ഇതുപോലെ ഓരോ സംഗതികൾ നമ്മൾ ചെയ്തു വെച്ചുള്ളതുകൊണ്ടാണ്. ഏത് ജന്മത്തിലാ ചെയ്തതെന്ന് നമുക്ക് ഓർമ്മയില്ല അല്ലേ. പല വിധത്തിലുള്ള ക്ലേശങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, രോഗം, പിന്നെന്താ ധനത്തിൻ്റെ പ്രശ്നം അല്ലേ, വീട്ടിൽ സമാധാനം, എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം അവരവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ചിലപ്പോൾ മക്കളുടെ പ്രശ്നങ്ങൾ അല്ലേ. ഇനി ഒരു പ്രശ്നമില്ലെങ്കിൽ ജന്മമൃത്യു ജരാവ്യാധി, ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റുമോ? ജനിക്കുക, മരിക്കുക, രോഗം വരിക, വയസ്സാവുക അല്ലേ, ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റുമോ? ഇനി എന്തൊക്കെ പ്രശ്നം ഇപ്പം കാണണില്ലെങ്കിലും വയസ്സാവില്ലേ, മരിക്കൂല്ലേ, രോഗങ്ങൾ വരില്ല, ഇതൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റുമോ? ഈ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണം എന്താണ്? നമ്മളെ മറന്നുപോയതാണ്. ഞാൻ ആരാണ് നമ്മൾ മറന്നുപോയി. നമ്മൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമൈ വാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവാന്റെ അംശമാണ് നമ്മളെല്ലാവരും, ജീവാത്മാക്കളാണ്. ഭഗവാന്റെ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെ, ഭഗവാനെ പോലെ തന്നെ തേജസ്സുള്ള ആത്മാക്കളാണ്. പക്ഷെ തേജസ് നശിച്ചു പോയി നമ്മുടെ ഈ ഭൗതിക ശരീരം എടുത്തപ്പോൾ. എന്താണ് ഈ ലോകത്തിലെ ഇവിടെയുള്ള കാര്യങ്ങളാണ് വലുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. ഈ അമ്മ, കുട്ടികൾ, ബന്ധുക്കള്, ഈ ലോകത്തിൽ ഉറങ്ങുക അല്ലേ, വൈദ്യുനം ചെയ്യുക, ഇതൊക്കെ വലിയ കാര്യമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുക. നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഭഗവാന്റെയാണ്. പക്ഷെ അത് മറന്നു പോയിട്ട് ഇവിടെ ജീവിക്കുകയാണ് അല്ലേ. അതിന്റെ കാരണം എന്താണ്? ഇതുപോലെ അപരാധങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതും മറന്നു പോയിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. ഈ ലോകത്ത് എന്തെങ്കിലും സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും സ്വയം ചിന്തിച്ച് ഹരേ കൃഷ്ണ വരും. എല്ലാവരും ചിന്തിക്കുക. പ്രഭു ഇരിക്കുവോ? ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കണം. അപ്പോൾ പുരുഷോത്തമ മാസം അതാണ് പറഞ്ഞിരുന്നത്. പ്രഭു പുരുഷോത്തമ മാസം അനുഷ്ഠിക്കണം. ഇനിയും ടൈമുണ്ട് നമുക്ക് അല്ലേ, കുറച്ച് ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ദ്രൗപദി ദേവിയുടെ കഥകൾ കേട്ടോല്ലോ, എന്തുകൊണ്ടാണ് പാണ്ഡവർക്ക് ഈ ദുഃഖം ഉണ്ടായെന്ന് പറയണം. അപ്പോൾ ദ്രൗപദി ദേവി പുരുഷോത്തമ മാസം അനുഷ്ഠിക്കാണ്ട്, ദുർവാസ മഹർഷി പറഞ്ഞ കേൾക്കാണ്ട് തന്നിഷ്ടപ്രകാരം അതിനെ അവഗണിച്ചു. അതിന്റെ ഫലമായിട്ട് ദ്രൗപദിക്ക് ശോഷിച്ച് വിഷമിക്കേണ്ടി വന്നു. അവസാനം ശിവനെ തപസ് ചെയ്തപ്പോൾ ശിവൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടോ, ഇതുണ്ടാവണം, നീ പുരുഷോത്തമ മാസത്തിനെ അവഗണിച്ചുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക, പിന്നത്തെ ജന്മത്തിലും അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്ത് കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തിന്മ നമ്മൾ ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ നമുക്കത് ഓർമ്മയില്ല, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇതറിയാൻ പറ്റിയില്ലേ, പുരുഷോത്തമ മാസം വ്രതം അറിയാൻ പറ്റില്ലേ. എന്ത് പാപം ആയിക്കോട്ടെ, ഞാൻ അറിഞ്ഞോ അറിയാതെ എന്തോ ചെയ്തിരിക്കണേ, എനിക്കറിയില്ല കൃഷ്ണ, പക്ഷെ ഞാൻ പുരുഷോത്തമ വ്രതം നന്നായി എടുത്തുകൊള്ളാം. ഈ പുരുഷോത്തമ വ്രതത്തിൽ എന്തൊക്കെയാ ചെയ്യുക വെച്ചാൽ, ഈ മാസത്തിന് ആദ്യം തന്നെ നമ്മൾ ബഹുമാനിക്കുക. അതൊക്കെ വെറുതെ പറയാണ്, അങ്ങനെയൊന്ന് വിചാരിച്ച ഉടൻ തന്നെ നമുക്ക് നാശം ഉണ്ടാവും. കാരണം അത്രയും ശക്തമായ വ്രതമാണ്. കാർത്തിക വ്രതത്തേക്കാളും പിന്നെന്താണ് വൈശാഖ വ്രതത്തേക്കാളും 16 ഇരട്ടി ഗുണമാണ് പുരുഷോത്തമ വ്രതത്തിന്. അത് നമുക്ക് ജൂൺ 15 വരെ ടൈമുണ്ട്. എന്തൊക്കെ ചെയ്യാം? നമുക്ക് നാമം ജപിക്കാം. ഈ മാസം വളരെയധികം നമുക്ക് ഭാഗ്യം കൊണ്ടാണ് കൃഷ്ണ എനിക്ക് ഈ മാസത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്, വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് ആ മാസത്തിനെ ആദ്യം തന്നെ ഗ്ലോറിഫൈ ചെയ്യാം അല്ലേ. അല്ലയോ പുരുഷോത്തമ മാസമേ, എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള വ്രതം ചെയ്യാൻ തോന്നണേ എന്ന് അതിനെ റെസ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ അത് കരുണയാവും അല്ലേ നമ്മളോട്. അത് അവഗണിക്കരുത്. ഏറ്റവും പ്രയാസം നമ്മൾ നിന്ദിക്കുമ്പോഴാണ് ഏറ്റവും ദോഷം ഉണ്ടാവുക. രണ്ടാമത് നമുക്ക് പറ്റുന്ന രീതിയിൽ ജപത്തിന്റെ നമ്പർ കൂട്ടുക, ജപിക്കുക. പറ്റുന്ന രീതിയിൽ ബ്രാഹ്മണർക്ക്, വൈഷ്ണവർക്ക്, അതുപോലെ കൃഷ്ണന്റെ അമ്പലങ്ങളിലൊക്കെ ദാനം ചെയ്യാം. പറ്റുന്ന അന്നദാനം അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം അല്ലേ. ബ്രാഹ്മണരെ, വൈഷ്ണവരെ എല്ലാവരെയും ബഹുമാനിക്കുക, ഭഗവാനെ ബഹുമാനിക്കുക, ഭക്തരെ ബഹുമാനിക്കുക, അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക അല്ലേ. വ്രതങ്ങൾ അനുഷ്ഠിക്കുക. വ്രതം ഞാൻ പറഞ്ഞല്ലോ പല രീതിയിൽ വ്രതം എടുക്കുക. ചിലവർ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഈ മാസം ഞാൻ വെജിറ്റേറിയൻ ആയിരിക്കും എന്നുള്ള വ്രതം എടുക്കുക. ഇനി അതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഈ മാസം ഞാൻ 1 കിലോണ് കഴിക്കാം, അല്ലെങ്കിൽ ഈ മാസം ഞാൻ എടുത്തിരിക്കുന്ന രാത്രി ഫ്രൂട്ട്സേ കഴിക്കുള്ളൂ എന്നുള്ളൊരു വ്രതമാണ്. ഓരോരുത്തർക്കും ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിക്കും, രാത്രി ഫ്രൂട്ട്സ്, എനിക്ക് പറ്റുന്ന രീതിയിൽ. ഓരോരുത്തരുടെ ആരോഗ്യവും അല്ലെങ്കിൽ സാഹചര്യവും അനുസരിച്ച് നമുക്കൊരു വ്രതം എടുക്കാം. രണ്ടാമത് നമ്മൾ നേരത്തെ എണ്ണിട്ട് പുലർച്ചയ്ക്ക് നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് എണ്ണിട്ട് കുളിക്കാം. അത് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും അത് ചെയ്ത് നോക്കാം. എന്നാൽ ഈ മാസം ചെയ്ത് നല്ലതാണ്. എന്നിട്ട് കുളിച്ച് നാമം ജപിക്കുക. നാമം എന്താ ജപിക്കേണ്ടത്? ഗോലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. എന്ത് നാമം ജപിച്ചാൽ ആ ലോകത്തേക്ക് പോവുക. ഗോലോകത്ത് പോകണമെന്നുള്ളവർ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വൈകുണ്ഠത്തേക്ക് പോകണമെന്നുള്ളവർ നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ശിവന്റെ ലോകത്ത് പോകണമെന്നുള്ളത് ഓം നമ ശിവായ. എവിടേക്കാണ് പോകേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക.
എനിക്ക് പോകേണ്ടത് ഗോലോക വൃന്ദാവനത്തിലായതുകൊണ്ട് ഞാൻ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എന്തുകൊണ്ടാണ് ഞാൻ ഗോലോക ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഭക്തി കിട്ടും. വൈകുണ്ഠ ലോകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഓഫീസ് ഭക്തി. ഒരു ഓഫീസിൽ പോകുമ്പോൾ ഒരു സാറിനെ നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യാം, അതുപോലെ കൃഷ്ണനെ സാർ എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, വീശി കൊടുക്കുക, ആരതി ചെയ്യുക, അങ്ങനെ ഒത്തിരി നീങ്ങി നിൽക്കും വൈകുണ്ഠത്തിലൊക്കെ. പക്ഷെ ഗോലോക വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം മകൻ, സ്വന്തം ഭർത്താവ്, അവരോട് എങ്ങനെയാണ് പെരുമാറുക? ഭർത്താവിനൊക്കെ നമ്മൾ വലിയ റെസ്പെക്ട് ഒന്നും കൊടുക്കില്ല അല്ലേ? വന്നാൽ എണ്ണി നിൽക്കുമെന്ന്. ആരൊക്കെ എണ്ണി നിൽക്കും ഭർത്താവിനെ കണ്ട ഉടനെ? എന്തുകൊണ്ടത് ക്ലോസ് ആയതുകൊണ്ടാണ്. ക്ലോസ് ആയ ആളുകളോട് നമ്മൾ റെസ്പെക്ട് കൊടുക്കില്ല. അകന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും നമ്മൾ അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലൊക്കെ കാണില്ലേ? പക്ഷെ നമ്മളെ സ്വന്തം ആളാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലിയ അത് സ്വന്തം എപ്പോഴും നമ്മൾ കുട്ടികളെ അല്ലേ, കുട്ടികളെ ചീത്ത പറയുക, അടുപ്പിക്കുക, വാടാ പറയുക, അതൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ സ്വന്തമായതുകൊണ്ടാണ് അല്ലേ? അങ്ങനെ ഒരു സ്വന്തം ബന്ധം നമുക്ക് ഭഗവാനായിട്ട് എവിടെ കിട്ടുക? വൈകുണ്ഠത്തിൽ അത് കിട്ടില്ല. വൈകുണ്ഠത്തിൽ നമുക്ക് പോകാനൊക്കെ പറ്റും, നാരായണനാമം ജപിച്ചാൽ വൈകുണ്ഠത്തിൽ പോകാൻ പറ്റും. പക്ഷെ വൈകുണ്ഠത്തിൽ ഈ രസം കിട്ടില്ല. ഗോപിമാർ ഭഗവാനോട് എന്താ കാണിക്കണേ? ഭഗവാനൊക്കെ അടികൂടുക, ഭഗവാൻ അടിക്കാൻ പിന്നാലെ അവരോടും, ഭഗവാൻ ഇവരെ കളിപ്പിക്കും, ഭഗവാൻ ചിലപ്പോൾ ഉന്തിയിടവരോ എവിടെ നിന്ന് വള്ളത്തിൽ. നമ്മളൊക്കെ ഇവിടെ കൃഷ്ണനൊക്കെ ഇവിടെ കൃഷ്ണ അങ്ങനെയൊക്കെ പണ്ട് പേടിച്ചിട്ടാണ് കേരളത്തിലൊക്കെ ഇരിക്കുക വൈകുണ്ഠത്തിലല്ലേ. പക്ഷെ വ്രജവാസികൾ അങ്ങനെയൊന്നുമല്ല, കൃഷ്ണനെ അടിച്ച് പിന്നാലെ ഓടും. അവരുടെ പ്രേമം അങ്ങനെയാണ്, അത് സ്വന്തമാണ്. അപ്പം നമുക്ക് ഭഗവാനെ സ്വന്തം രീതിയിൽ സ്വന്തമായിട്ട് കണ്ട് അല്ലേ, ഒന്നില്ലെങ്കിൽ ഭർത്താവായിട്ട്, അല്ലെങ്കിൽ എന്താണ് മകനായിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ടായിട്ട്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കാണാൻ പറ്റണമെങ്കിൽ എങ്ങോട്ട് പോകണം? ഗോലോകത്തേക്ക് പോകണം. അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് പതിയിൽ ഭഗവാൻ ഒരു ബഹുമാന രീതിയിൽ കാണണമെങ്കിൽ വൈകുണ്ഠത്തിൽ പോകണം അല്ലേ? അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. രാമന്റെ നാമം ജപിക്കുക. രാമഭക്തർ ഇഷ്ടം പോലെ ഉണ്ട്. ഹനുമാൻ സ്വാമിയോട് കൃഷ്ണനെ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കുമോ? ഹനുമാൻ സ്വാമിക്ക് രാമനെയാണ് ഇഷ്ടം. രാമ അദ്ദേഹത്തിൻ്റെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അദ്ദേഹം രാമഭക്തനാണ്, പരമഭക്തനാണ്. അദ്ദേഹത്തിന് വേറെ ഒരു രസം താല്പര്യമില്ല. അദ്ദേഹത്തിന് അവിടെ പോകണം, അയോധ്യയിൽ പോയിട്ട് രാമനെ സേവിക്കുന്നതാണ് ഇഷ്ടം അല്ലേ? അപ്പോൾ അദ്ദേഹം രാമനെ സേവിക്കുക. അതുപോലെ രാമഭക്തരുണ്ടെങ്കിൽ ഒരിക്കലും തടസ്സം ചെയ്യില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടം എന്താണ്? നമുക്ക് ഭഗവാന്റെ കൂടെ അടികൂടി അവിടെ രസകരമായിട്ട് അല്ലേ കളിക്കണം ഗോലോകത്ത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ സ്ഥലത്ത് പോണേ അതിൻ്റെതായ മന്ത്രം ജപിക്കണം അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് ഇവിടെ തന്നെ ഓരോ സ്ഥലത്ത് പോണേ അതിൻ്റെതായ പ്രോട്ടോകോൾ അനുസരിക്കണ്ടേ? അങ്ങനെയല്ലേ? നമുക്ക് ഇപ്പോൾ അമേരിക്കയിൽ പോകണമെങ്കിൽ നമുക്ക് ബസ്സിൽ പോയാൽ പറ്റില്ലല്ലോ അല്ലേ? അമേരിക്കയിൽ പോകണമെങ്കിൽ അതിൻ്റെതായ രീതിയുണ്ട്, പാസ്പോർട്ടൊക്കെ വേണം, വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ? അതുപോലെയാണ് ഓരോ നമുക്ക് ലോകത്ത് പോകണമെങ്കിൽ അതിൻ്റെതായ ഓരോ നിയമങ്ങളുണ്ട്. അപ്പോൾ ഗോലോകത്ത് പോകണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പോൾ ഈ ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുക, പറ്റുന്ന വ്രതങ്ങൾ എടുക്കുക, സത്സംഗങ്ങൾ പരമാവധി മുടക്കാണ്ടിരിക്കാൻ. ആ എനർജി നമുക്ക് കിട്ടും അല്ലേ? ഈ മാസങ്ങളിൽ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ദാനധർമ്മങ്ങൾ ചെയ്യുക. ഇനി ഇത് ചെയ്യാത്തവർക്ക് നരകവാസം ഉറപ്പാണെന്ന് എഴുതിയിട്ടുണ്ട്. ഈ പുരുഷോത്തമ മാസത്തിന് ഇത് ചെയ്യാത്തതല്ല ഉദ്ദേശിച്ചത്. ഇത് എല്ലാവർക്കും എല്ലാ വ്രതവും എടുക്കാൻ പറ്റില്ല. മീൻസ് ഉദ്ദേശിക്കുന്നത് അതിനൊരു സീരിയസ് ആക്കാതെ അതൊക്കെ വെറുതെ മാതാജി ഓരോന്ന് വായിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അതൊക്കെ വെറുതെ ഓരോന്നാണ്, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ദ്രൗപദി ദേവി അവഗണിച്ച പോലെ ഈ പുരുഷോത്തമ മാസത്തെ ആരെങ്കിലും ഉള്ളുകൊണ്ട് അവഗണിച്ച് കഴിഞ്ഞാൽ അവർക്ക് നിത്യ നരകമാണ് ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മാസത്തിൽ ബ്രാഹ്മണരെ അനാദരിക്കുക, ഭക്തരെ അനാദരിക്കുക അല്ലേ, അവരെക്കുറിച്ച് വേണ്ടാത്തൊക്കെ പറയുക, അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിത്യ നരകമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇതിൻ്റെ ഫലശ്രുതിയിലുണ്ട് പുരുഷോത്തമ മാസത്തിൻ്റെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഇല്ല, നല്ല ആൾക്കാരാണ്, നല്ല ഭക്തരാണ് ഇവിടെ ഉള്ളവർ. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഈ മാസം കുറച്ച് ദിവസം കൂടി ഉണ്ട്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ പുരുഷോത്തമ മാസം ചെയ്യാം. ആരതി പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് രാധാകൃഷ്ണന്മാർക്കാണ് ഇതിൽ ആരതി. ഇത് ഗോലോകത്തേക്കുള്ള വണ്ടിയാണ് നമ്മൾ പറഞ്ഞു പുരുഷോത്തമ മാസം. അതുകൊണ്ട് പുരുഷോത്തമ മാസത്തിൻ്റെ ഗോലോകത്തിൻ്റെ അധിപതികൾ രാധയും കൃഷ്ണനാണ്. അതുകൊണ്ട് നമ്മൾ ഈ മാസം ആരതി ചെയ്യേണ്ടത് നെയ്വിളക്ക് ആരതി സന്ധ്യയ്ക്ക് രാധാകൃഷ്ണന്മാർക്കാണ് ചെയ്യേണ്ടത്. പാദത്തിൽ
4 പ്രാവശ്യം, നെഞ്ചിൽ 2 പ്രാവശ്യം, മുഖത്ത് 3 പ്രാവശ്യം, ആപാദചൂടം 7 പ്രാവശ്യം രാധാകൃഷ്ണന്മാർക്ക് ചെയ്യണം. വീട്ടിൽ രാധാകൃഷ്ണ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തന്നെ ചെയ്യാം. ദാമോദരനല്ല ഈ മാസത്തിലെ വ്രതം നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ രാധാകൃഷ്ണന്റെ ലീലകളൊക്കെ നമ്മൾ കേട്ടാൽ നല്ലതാണ്. എവിടെ നിന്നെങ്കിലും രാധാകൃഷ്ണ ലീലകൾ ഭാഗവത്തിന് വായിക്കാം, അത് ചെയ്യാം. പിന്നെ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞിട്ട് 15-ാം അധ്യായം നമ്മുടെ ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ പുരുഷോത്തമ യോഗത്തിൽ ഒരു 20 ശ്ലോകം ഉണ്ട്. അത് നിത്യം നമ്മൾ വായിക്കുക. അത് നമ്പർ 1 നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്തിരിക്കുക. 20 ശ്ലോകത്തിന് 10 മിനിറ്റ് മതി വായിക്കാം. ഇതെല്ലാവർക്കും സമയം കിട്ടും. എല്ലാവരും സന്ധ്യയ്ക്കാണ് ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യണം? ഭഗവത്ഗീത തുറക്കുക, 15-ാം അധ്യായം എടുക്കുക, 20 ശ്ലോകം പുരുഷോത്തമ യോഗം വായിക്കാം. ഇതെല്ലാവർക്കും ചെയ്യാലോ? ചെയ്യാം. ഒരു 5:30 എനിക്ക് കുളിക്കാലോ? രാവിലെ ഒരു 5:30 എനിക്ക് ഞാൻ 5 മണി 4 മണി ഒന്നും പറയണില്ല കേട്ടോ. 5:30 5:50 നേരം വിളിക്കുള്ളൂ. അപ്പോൾ 5:30 എനിട്ടൊന്ന് കുളിക്കാം. പിന്നെ ഒരു മാലയെങ്കിലും ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ഒരു മാല മിനിമം. നമ്മുടെ കാര്യമല്ല പറയണത്, അതേ വന്നവർക്ക് ഒരു മാലയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നന്നായി ജപിക്കുന്ന ആൾക്കാർ കൂടുതൽ ജപിച്ചുകൊണ്ടിരിക്കുക അല്ലേ. സ്ഥിരം ജപിക്കുന്നവർ കൂട്ടി ജപിക്കും. അപ്പോൾ 2ാമത്തെ കാര്യം. ഇനി 2 മന്ത്രം ഇത് മസ്റ്റായിട്ടും ചെയ്യണം. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. ഈ ഒരു മന്ത്രം എല്ലാവർക്കും കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. പിന്നെന്താണ്? പിന്നെ ഒരു മന്ത്രം വന്ദേ നവഗണശ്യാമം ദിഭുജം മുരളീധരം പീതാംബരധരം ദേവം. പിന്നെന്താണ് അടുത്ത വരി? എന്താ? ശാരദം പുരുഷോത്തമം. ഈ 2 മന്ത്രങ്ങൾ നമ്മൾ 3 തവണ വീതം ചൊല്ലാം. ഇത് എല്ലാവർക്കും പറ്റും. അതെല്ലാവർക്കും പറഞ്ഞുതരാം. പിന്നെ പുരുഷോത്തമ യോഗം വായിക്കുക, 5:30 കുളിക്കുക, നാമം ജപിക്കുക. ഈ മാസം മാത്രം ഒന്ന് വെജിറ്റേറിയൻ ആവുമല്ല. വെജിറ്റേറിയൻ അല്ലാത്തവർ, ബാക്കിയുള്ളവർ വെജിറ്റേറിയൻ ആയവരുടെ കാര്യമല്ല ഇവിടെ പറയണത്. ആയവർ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യണം കേട്ടോ. അപ്പം ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് വളരെ ഭാഗ്യമാണ് ഈ മാസത്തെ കുറിച്ചിട്ട് പറയാനായിട്ട് സാധിച്ചത്. അപ്പം ഹരേ കൃഷ്ണ. നമുക്കിനി ഒരു ആരതി ഉണ്ട്. അത് ഈ ആരതിയുടെ സോങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് വ്രജേ പ്രസീതം എന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ്. ചൗരാഷ്ടകം എന്ന് പറയും. അത് വെച്ചിട്ട് വേണം നമ്മൾ ആരതി ചെയ്യാൻ. അതിൻ്റെ അർത്ഥമൊക്കെ അതിലുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വില്യമംഗലം ഠാക്കൂർ വ്രജേ പ്രസീതം. അപ്പം നമുക്ക് ഇപ്പം സമയം എന്തായി പ്രഭു? 8:15.